ഓക്കെ, അപ്പോൾ അറ്റ് എന്ന പ്രിപ്പോസിഷൻ നമ്മൾ 10-12 റൂള് ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് എന്ന് പറയപ്പെടുന്ന പ്രിപ്പോസിഷൻ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ആദ്യമേ പല എക്സാമിനും കണ്ട കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് അതുപോലെ അങ്ങ് വന്നിട്ട് ക്ലാസ്സിലോട്ട് ഇന്ന് കിടക്കുന്നുള്ളൂ. ഒരു റോയിലാണെങ്കിൽ ഇന്നേ റോ, ഒരു ലൈനാണെങ്കിൽ ഇൻ ദി ലൈൻ, ഇന്നേ ക്യൂവ്, ഇൻ ദി സ്ട്രീറ്റ്, ഇൻ ദി ഫോട്ടോഗ്രാഫ്, ഇൻ ദി പിക്ചർ, ഇന്നേ ന്യൂസ് പേപ്പർ, ഇന്നേ മാഗസിൻ. ഒന്നും പറയുന്നില്ല, ഇതൊക്കെ ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് വാക്കുകളാണ്. അതങ്ങ് പഠിക്കുക, നമുക്ക് റൂളിലോട്ട് അതിന് ശേഷം കിടക്കാം. ഇനിയും ഇവിടെ നമ്മൾ ഇന്നുമായി ബന്ധപ്പെട്ട് ആദ്യമേ പഠിക്കേണ്ടത് ഒരു മാസത്തിനോടൊപ്പമാണെങ്കിൽ മന്ത്, അല്ലെങ്കിൽ ഇയർ വർഷത്തിനോടൊപ്പമാണെങ്കിൽ, സീസൺ ആണെങ്കിൽ സെഞ്ചുറി അല്ലെങ്കിൽ മിലേനിയം, ഇവയോടൊക്കെ നമ്മൾ എന്ത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ഐ വാസ് ബോൺ ഡാഷ്, ഐ വാസ് ബോൺ ഡാഷ് മെയ്, മെയ് മാസത്തിലാണ് ജനിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം? ഇന്ന് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. മനസ്സിലായോ? അതേപോലെ ഐ വാസ് ബോൺ ഡാഷ് 1987, അതൊരു വർഷമാണ്. അവിടെ നമ്മൾ എന്ത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്? ഇന്ന് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സീസൺ ഡാഷ് സമ്മർ സീസൺ, അവിടെ എന്താ പറയുക? ഡാഷ് സമ്മർ സീസൺ, ഇൻ സമ്മർ സീസൺ. അതേപോലെ സെഞ്ചുറി ലാസ്റ്റ് ഡാഷ് 21st സെഞ്ചുറി, നമ്മൾ എന്തുപയോഗിക്കണം? ഇൻ 21st സെഞ്ചുറി. മിലേനിയം വന്നാലും ഇൻ മിലേനിയം, ആ അർത്ഥത്തിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട്, ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ്റെ അകത്തൊരു പടമൊക്കെ വരച്ചിട്ട് ഉള്ളിലാണ് എന്ന് ഉപയോഗിക്കാൻ ഏത് പ്രിപ്പോസിഷനാണ് വേണമെന്ന് പറഞ്ഞത്? ഇൻ. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ റൂളായിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഇൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻസൈഡ്, ഒരു വസ്തു ഉള്ളിലാണെന്ന് കാണിക്കാൻ. ദ കീ ഈസ് ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിലാണെന്നാണ്. ദ ക്യാറ്റ് ഈസ് ഇൻ ദി ബോക്സ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ക്യാറ്റ് ഈസ് ഇൻ ദി ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ക്യാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോക്സ് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വളരെ എളുപ്പമാണ്. മന്ത്, ഇയർ, സീസൺ, സെഞ്ചുറി, മിലേനിയം, രണ്ട് ബീയിങ് ഇൻസൈഡ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി നമുക്ക് രാജ്യങ്ങളുടെ പേരാണെങ്കിൽ, കൺട്രീസിൻ്റെ പേരാണെങ്കിൽ ഡാഷ് ഇന്ത്യ, ഡാഷ് ജപ്പാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക? ഇൻ ഇന്ത്യ. ഒരു എക്സാമ്പിൾ നോക്കിയേ, വി ലീവ് ഡാഷ് ഇന്ത്യ, ഇന്ത്യ എന്ന കൺട്രിയിൽ ജീവിക്കുമ്പോൾ നമ്മളവിടെ ഏതാണ്? ഇൻ ഇന്ത്യ. അതേപോലെ കോണ്ടിനെൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ വി ലീവ് ഡാഷ് ഏഷ്യ എന്ന് പറയുമ്പോൾ എന്താ പറയുക? വി ലീവ് ഇൻ ഏഷ്യ. അതേപോലെ തന്നെ ക്യാപിറ്റൽസ്, മൈ ഫ്രണ്ട് വർക്ക്സ് ഡാഷ് ഡൽഹി, മൈ ഫ്രണ്ട് വർക്ക്സ് ഡാഷ് ഡൽഹി, അവൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ക്യാപിറ്റൽ പറയുമ്പോൾ നമുക്ക് അതല്ലെങ്കിൽ ലാർജ് പ്ലേസ്, രണ്ട് ഗണത്തിലും അവിടെ ഇന്നാണ് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റലിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റ് എന്ന് പറയുന്ന വാക്ക് പ്രിപ്പോസിഷൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, സ്മോളർ പ്ലേസ് ആണെങ്കിൽ ഈ അറ്റാണ് പറയുന്നത്. എന്നാൽ വലിയ സ്ഥലങ്ങൾ ലാർജർ പ്ലേസ്
ഡാഷ് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്ഥലം എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? ഇൻ ട്രിവാൻഡ്രം. എന്നാൽ തിരുവനന്തപുരത്ത് നിന്നേ ഉള്ളതാണ് ബാലരാമപുരം ആകുമ്പോൾ കമ്പാരറ്റീവ്ലി സ്മോളർ പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അറ്റ് ബാലരാമപുരം. എന്നാൽ ഡാഷ് മുംബൈ എന്ത് പറയുന്നു? ഇൻ മുംബൈ. ഡാഷ് ഡൽഹി ഇൻ ഡൽഹി. ക്ലിയർ ആണല്ലോ? വലിയ സ്ഥലങ്ങളോടൊപ്പം ഇൻ ഉപയോഗിക്കുന്നു, ചെറിയ സ്ഥലങ്ങളോടൊപ്പം അറ്റ് ഉപയോഗിക്കുന്നു. യെസ്, എങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഹൗസ് റെസിഡൻസ് എന്താ പറയുക? താമസ അല്ലേ? ഹൗസ് അല്ലെങ്കിൽ റെസിഡൻസ് ആണെങ്കിൽ ഇന്നേ ഹട്ട്, ഇന്നേ ഫ്ലാറ്റ്, ഇന്നേ കോട്ടേജ്. വി ലീവ് ഇന്നേ ഹട്ട്, ഹീ ലീവ്സ് ഇന്നേ ഫ്ലാറ്റ്. ഇത് പറയുമ്പോൾ അറ്റ് എന്ന പ്രിപ്പോസിഷനിൽ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയം ഇവിടെ പറയുകയാണ്. ഇത് സാധാരണ ഒരു ഹൗസോ റെസിഡൻസോ ആണെങ്കിൽ നമ്മൾ എന്തു പറയും? ഇന്ന് പറയും. സാധാരണ ഏത് ഹൗസോ റെസിഡൻസോ ആണെങ്കിൽ ഇന്ന് പറയും. എന്നാൽ ഒരു സ്പെഷ്യൽ റെസിഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫൈഡോ അല്ലെങ്കിൽ പ്രത്യേകതയുള്ളതോ ഒരു സ്പെഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പോയി താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അറ്റാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം. സാധാരണ ഹൗസോ റെസിഡൻസോ ആണെങ്കിൽ ഏത് പ്രിപ്പോസിഷൻ? ഇന്നെ ഫ്ലാറ്റ് എന്നോ ഇന്നെ ഹട്ടെന്നോ ഇന്നെ ഹോട്ടേജ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള, സ്പെഷ്യലായിട്ടുള്ള, സാധാരണ ഒരാൾക്ക് പോയി താമസിക്കാൻ പറ്റാത്ത താമസ സ്ഥലങ്ങളെ നമ്മൾ അറ്റുകൊണ്ടേ പറയത്തുള്ളൂ. അവിടെ നമ്മൾ അറ്റ് രാഷ്ട്രപതി ഭവൻ എന്ന് മാത്രമല്ല, അറ്റ് വൈറ്റ് ഹൗസ് എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ അറ്റാണ്, ഇൻ വൈറ്റ് ഹൗസ് അല്ല, അറ്റ് ബക്കിംഗ്ഹാം പാലസ്. ഈ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഒന്നും കൂടെ എന്താ പറഞ്ഞത്? സാധാരണ പറയുമ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ സ്പെസിഫൈഡോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുക. ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതാണെങ്കിൽ അവിടെ നമ്മൾ എന്തുപയോഗിക്കും? അറ്റ്. ആ പോയിന്റും കൂടെയും നമ്മൾ എവിടെ എഴുതി ചേർക്കണം? അറ്റിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു പോയിന്റും കൂടെയും നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും ക്ലിയറായി. അതേപോലെ നമ്മൾ അടുത്ത പോയിന്റ് ഇന്ന് നമ്മൾ അഞ്ചാമത്തെ പോയിന്റായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ പ്ലേസ് ഓഫ് വർക്ക് ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിങ്. നമ്മൾ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നമ്മൾ എന്ത് പറയുക? ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ, ഒരു പ്ലേസ് ഓഫ് വർക്ക് ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ അവിടെ ഇന്നാണ്. മനസ്സിലാവുന്നു? ഒരു പ്ലേസ് ഓഫ് വർക്ക് ബിൽഡിങ്ങിലാണെങ്കിൽ ഇന്നാണ്. ഇനി ഒരു ഓപ്പണായിട്ട് ബിൽഡിംഗ് ഒന്നുമില്ല, ഒരു ഫാമിലാണെങ്കിൽ അവിടെ ഓൺ ആണ്. അടുത്തിടയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓണിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻ ആൻ ഓഫീസ് ഒരു ബിൽഡിംഗ് അല്ലയോ? ഇൻ ആൻ ഫാക്ടറി, ഇന്നേ ഫാക്ടറി, ഇന്നേ ഫാക്ടറി, ഇന്നേ ഹോസ്പിറ്റൽ, ഇതൊക്കെ ഇന്നേ ഹോട്ടൽ, ഇന്നേ ഹോട്ടൽ, ഇന്നേ സ്കൂള് അല്ലേ? ഇന്നേ സ്കൂള്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. ഇനി ഒന്നും കൂടെയും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണ്ടേ? ഇതിവിടെ നമ്മളൊരു ജനറലായിട്ട് അങ്ങ് പറഞ്ഞു. എന്താ ജനറൽ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഇത്തരം ബിൽഡിങ്ങുകളിൽ ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഇന്നുപയോഗിക്കുന്നു. എന്നാൽ ഇതിനെ സ്പെസിഫൈ ചെയ്താൽ, സ്പെസിഫൈഡ് ആണെങ്കിലോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്പെസിഫൈഡ് ആണെങ്കിൽ അറ്റ്. ഏതുപോലെ? നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഹീ വർക്ക്സ് ഡാഷ് എ ബാങ്ക്, അതേപോലെ ഹീ വർക്ക്സ് ഡാഷ് കാനറ ബാങ്ക്. നമ്മൾ പറഞ്ഞില്ലയോ ബാങ്ക് എന്നുള്ളത് ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ജനറൽ ആയതുകൊണ്ട് ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ കാനറ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. അത്രയും മനസ്സിലാക്കുക. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഷീ വർക്ക്സ് ഡാഷ് എ സ്കൂള്. അവൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഷീ വർക്ക്സ് ഡാഷ് എ സ്കൂള്.
അവിടെ ഏത് പ്രിപ്പോസിഷനാണ് വരിക? ബിൽഡിംഗ് ആയതുകൊണ്ട് ഇന്നേ സ്കൂള് എന്നാണ് വരിക. ഏതാ വരിക? ഇന്നേ സ്കൂള്. എന്നാൽ ആ സ്കൂള് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പം സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ എന്ത് വരും? അറ്റ്. ഷീ വർക്ക്സ് അറ്റ് സെൻറ്റ് ജോർജ് ഹൈസ്കൂള്. കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഏതാണ്? ഇന്ന് എവിടെ ഉപയോഗിക്കുന്നു? ബിഫോർ പ്ലേസ് ഓഫ് വർക്ക്. ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ആണെങ്കിൽ ഇൻ ഉപയോഗിക്കുന്നു, ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ ഓൺ ഉപയോഗിക്കുന്നു. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. യെസ്. അതേപോലെ തന്നെ നമ്മൾ 6ാമത്തെ പോയിന്റ് ചർച്ച ചെയ്യാനുള്ളത് ടു ഡിനോട്ട് പാർട്ട് ഓഫ് ഡേ. ടു ഡിനോട്ട് പാർട്ട് ഓഫ് ഡേ ആണ്. ടു ഡിനോട്ട് പാർട്ട് ഓഫ് ഡേ, ഒരു ദിവസത്തിൻ്റെ പാർട്ടിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നൈറ്റ് പറഞ്ഞപ്പോൾ അറ്റാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അറ്റ് നൈറ്റും ഇൻ ദ നൈറ്റും. ഇപ്പം ഒന്നും മനസ്സിലാക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് നോക്കുക. ഇതാ നോക്കിയേ, ദ മോർണിംഗ് കണ്ടാൽ, ദ ഈവനിങ് കണ്ടാൽ, ദ ആഫ്റ്റർനൂൺ. ഇതല്ലാതെ വേറൊന്നും PSC നമ്മളോട് ചോദിക്കാറില്ല പലപ്പോഴും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ വേണ്ടേ? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ എക്സെട്ര. ഇത്ര അങ്ങോട്ട് പഠിച്ച് സെറ്റായാൽ മതി. ഓക്കെ. അപ്പോൾ നോക്കിയാൽ ഐ വിൽ സീ യു ഡാഷ് ദി ഈവനിങ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് വരും? ഇൻ ദ ഈവനിങ്. ആൻസർ എന്താ വരിക? ഇൻ ദ ഈവനിങ്. അപ്പം 7th പോയിന്റ്, 7ാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാം, ഇൻ ഈസ് യൂസ്ഡ് വിത്ത് ബിലീഫ് ആൻഡ് ഇൻട്രസ്റ്റ്. വിശ്വാസവും താല്പര്യത്തിനോടൊപ്പം. വളരെ ചെറിയൊരു പോയിന്റാണ്. ഡു യു ബിലീവ് ഡാഷ് ഡെസ്റ്റിനി. ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു. എന്ത് പറയാം? ഇൻ ഡെസ്റ്റിനി. അപ്പോൾ 7th പോയിന്റ് എന്ത് പറയാം? ഒരു ബിലീഫിനോടൊപ്പമോ ഇൻട്രസ്റ്റിനോടൊപ്പമോ നമ്മൾ എന്ത് പറയുന്നു? ഇന്ന് പറയുന്നു. അതേപോലെ 8th പോയിന്റ്, ഇൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ഷെയ്പ്പോ കളറോ സൈസോ ഒക്കെ പറയുമ്പോൾ ആ വെള്ള ഉടുപ്പിട്ട് വന്നവൻ, ആ മഞ്ഞ സാരി ഉടുത്ത് വന്നിരിക്കുന്നവൾ, ആ ചുമന്ന ഷർട്ടിട്ട് വന്നിരിക്കുന്നവൻ, ഇങ്ങനൊക്കെ പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷനാണ് വേണ്ടത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ. അത്രമാത്രം പഠിച്ചാൽ മതി. ടുഡേ ഷീ ഈസ് ഡാഷ് യെല്ലോ സാരി. അവൾ ഉടുത്തിരിക്കുന്ന സാരിയുടെ കളറിനെ പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇന്ന് പറയണം. എന്ത് പറയണം? ഇന്ന് പറയണം. യെസ്, തീർന്നില്ല. 9ാമത്തെ പോയിന്റ്, നെയിം ഓഫ് സ്ട്രീറ്റ്, റോഡ്. ഒരു സ്ട്രീറ്റിൻ്റെയോ റോഡിൻ്റെയോ ഒക്കെ പേര് പറയുമ്പോൾ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ പറയണം? ഇൻ. നോക്കിയേ, ഡാഷ് MG റോഡ്. എന്ത് പറയും? ഇൻ MG റോഡ്. ഡാഷ് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. എന്തു പറയും? ഇൻ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ റോഡിൻ്റെയോ അതേപോലെ തന്നെ സ്ട്രീറ്റിൻ്റെയോ ഒക്കെ ഗാന്ധിനഗർ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന സ്ട്രീറ്റ് വരുമ്പോൾ അവിടെ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. 10ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ പരീക്ഷകളിൽ പലരെയും തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷീ സിറ്റ്സ് ഡാഷ് ആം ചെയർ. ഇവിടെ 2 പോയിൻ്റാണ് പഠിക്കേണ്ടത്. ഷീ സിറ്റ്സ് ഡാഷ് ചെയർ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തു പറഞ്ഞേനെ? ഷീ സിറ്റ്സ് ഡാഷ് ചെയർ. ഒരു ചെയറിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? അപ്പം നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചേക്കുക. ഇതുപോലെ ക്ലിയറായിട്ട് നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആം ചെയറിലാണെങ്കിൽ എങ്ങനെ? ആം ചെയറിലാണെങ്കിൽ എങ്ങനെ? ആം ചെയറിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇന്നാണ്. ആം ചെയർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. എന്നാൽ ചെയറെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ ആണ്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായില്ലെങ്കിൽ 1 മാർക്ക് പോകും. അപ്പം ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. എന്നാൽ ചെയർ ആണെങ്കിൽ ഓൺ ചെയർ. അപ്പം നമുക്ക് 11ാമതൊരു പോയിന്റ് പഠിക്കാനുള്ളത്, ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം ടേക്കൺ ഫോർ ദി കംപ്ലീഷൻ എന്ന് പറയുന്നൊരു പോയിന്റ് നമുക്ക് നോക്കാം. എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ടൈം ടേക്കൺ ഫോർ ദി കംപ്ലീഷൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു കാര്യം പൂർത്തീകരിക്കാൻ എടുക്കുന്ന
സമയത്തെ പറ്റി പ്രതിപാദിക്കുമ്പോൾ അവിടെയും നമ്മൾ എന്താ പറയുക, ഇന്നെന്ന പ്രിപ്പോസിഷനാണ് പറയേണ്ടത്. എക്സാമ്പിൾ, പി ടി ഉഷ റാൻ ദ ഡിസ്റ്റൻസ് ഡാഷ് 2 minutes 42 seconds. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഓടി തീർക്കാനെടുത്ത സമയമാണ് 2 minutes 42 seconds. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇന്ന്. അപ്പോൾ ഇന്നുമായി ബന്ധപ്പെട്ട 10-11 പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. പിന്നെ വില്ലേജിൻ്റെ കാര്യം എന്താ പറഞ്ഞേ? ഇന്നേ വില്ലേജാണ് പറഞ്ഞതല്ലേ. ഒരു വില്ലേജിൽ എന്ന അർത്ഥത്തിൽ ഇന്നേ വില്ലേജും ആ വില്ലേജിൻ്റെ പേര് സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രം അറ്റും ഉപയോഗിക്കുക. അതും കൂടെ ഒന്ന് ഓർത്തേക്കണം. എന്താണ്? ഹീ ലീവ്സ് ഇൻ എ വില്ലേജ്, ഹീ ലീവ്സ് ഡാഷ് എ വില്ലേജ് ഇൻ എ വില്ലേജ്. എന്നാൽ ഹീ ലീവ്സ് ഡാഷ് കോട്ടാങ്ങാൽ വില്ലേജ് എന്ന് പറയുമ്പം അറ്റ് കോട്ടാങ്ങാൽ വില്ലേജ് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വില്ലേജിൻ്റെ പേര് പറഞ്ഞാൽ ആ വില്ലേജിൻ്റെ പേര് പറഞ്ഞാൽ അറ്റ്, അല്ലെങ്കിൽ ഇൻ എ വില്ലേജ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇന്നുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ് നടത്തിയത്. വളരെ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. മാസങ്ങളുടെയും വർഷങ്ങളുടെയും ഒക്കെ പേരിൻ്റെ മുമ്പിൽ എന്തായിരിക്കും? ഇന്നായിരിക്കും. വലിയ വലിയ പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും പേരിൻ്റെ മുമ്പിൽ, രാജ്യങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ, കോണ്ടിനെൻസിൻ്റെ ഭൂഖണ്ഡങ്ങളുടെ പേരിൻ്റെ ഒക്കെ മുമ്പിൽ എന്തായിരിക്കും? ഇന്നായിരിക്കും. അതുപോലെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇന്നേ ഡിപ്പാർട്ട്മെൻറ്റ് താലൂക്കൊക്കെ പറഞ്ഞാൽ ഇൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻ ഏതെങ്കിലും ഒരു തൃശ്ശൂർ താലൂക്ക്, ഏതെങ്കിലും ഒരു താലൂക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയും നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇപ്രകാരം കുറേ കാര്യങ്ങൾ ഒരു ഷർട്ടിൻ്റെ കളറിനെ പറ്റി പറയണമെങ്കിൽ അവിടെ ഇന്ന് ആകണമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു റോഡിൻ്റെയോ സ്ട്രീറ്റിൻ്റെയോ എന്ത് പറയുമ്പോൾ ഇന്ന് പറയണമെന്ന് പറഞ്ഞു. ഒരു വസ്തു ഉള്ളിലാണെന്നുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഇന്ന്. അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പോയിൻ്റ് ഇന്ന് ഏതാ? ആം ചെയറും ഓൺ ചെയറുമാണ്. അതുപോലെ സാധാരണ ഇന്നേ ഫ്ലാറ്റ്, ഇന്നേ ഹട്ട്, കോട്ടേജ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള രാഷ്ട്രപതി ഭവൻ പോലെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ അറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഇന്നിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ധാരാളം ചെയ്തെങ്കിൽ നമുക്കിത് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പം പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട അടുത്ത ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.